ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമേ എൻ്റെ ജീവിതത്തിലില്ല, എസ്പെഷ്യലി ഇൻ ദിസ് യൂട്യൂബ്. ഞാൻ എപ്പോഴും വിചാരിക്കും കൺസിസ്റ്റന്റ് ആവണമെന്ന്, ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ബിക്കോസ് വി ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഇറ്റ്സ് 6 months ആഫ്റ്റർ കമ്മിങ് ടു ദുബായ്. ആൻഡ് ഈ 6 months തന്നെ 4-5 വീട് ഞങ്ങൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ പ്രോബ്ലം കൊണ്ടല്ല, ഇറ്റ് ഈസ് അബൌട്ട് ദ ഹൗസ്, ദ പ്രീവിയസ് ഓണർ, ദ ബിൽസ് വിച്ച് ദേ ലെഫ്റ്റ് unpaid and everything. എല്ലാം വെച്ചും we are in a new space right now. So this is my new space and it's been a week after shifting. 1 week, yeah, 1 or 2 weeks now. അപ്പൊ ഞാൻ വിചാരിച്ചു സ്ലോലി ഞാൻ ഇവിടെ വന്നിട്ട് we don't have time to take care of our health in Dubai. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, ജോലി എടുക്കുന്നു, അവിടുത്തെ പ്രഷറും ടെൻഷനും എൻ്റെ പൊന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നു, എന്തോ കഴിക്കുന്നു, കിടക്കുന്നു, നെക്സ്റ്റ് ഡേ ഇത് തന്നെ. ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ. ഇവിടുത്തെ ഒരു കൾച്ചറേ ഇങ്ങനെയാണ്, ഒരു കച്ചറ കൾച്ചറാണ് ഇവിടെ. കൊള്ളത്തില്ല, കൾച്ചറിനെ പറയാൻ പറ്റില്ല, ഇതൊരു കൾച്ചർലെസ് ആണ്. ഇത് എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, ബട്ട് ഞങ്ങൾ പുതിയതായിട്ട് വന്നിട്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഇസ് വാട്ട് ദ റിയാലിറ്റി ഇസ്. ഐ ഡോണ്ട് ഹാവ് ടു ഫിൽട്ടർ മൈ സെൽഫ് ഓർ മേക്ക് യു ഗൈസ് ഫീൽ നൈസ് ആഫ്റ്റർ ടെലിംഗ് ഗുഡ് തിങ്സ് അബൌട്ട് ദുബായ്. ഗുഡാണ്, ഇൻ ടേംസ് ഓഫ് കുറേ കാര്യങ്ങൾ ഗുഡാണ്, ഡിസിപ്ലിൻ ഒക്കെ പഠിക്കാം നമുക്ക്. പക്ഷെ വർക്ക് കൾച്ചർ ഇവിടെ അത്രയും നല്ലതല്ല. നമ്മൾ അവിടെ ജോലി എടുത്തിട്ട് പിന്നെ ഇവിടെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഓക്കെ, സോ ഞാൻ വിചാരിച്ചു ഞാനും ലിജോ ഏതായാലും നമ്മുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഐ എം ട്രൈങ് ടു ഗെറ്റ് ഫിറ്റ്. Okay, I'm trying to lose my weight from a very long time and I'm not able to do it. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ എത്ര ഡയറ്റ് എടുത്താലും, എത്ര ടൈം കൊടുത്താലും, എത്ര എന്തൊക്കെ ചെയ്താലും, എൻഡ് ഓഫ് ദ ഡേ we are not able to do it. അപ്പൊ ഞാൻ വിചാരിച്ചു I will take a 30 days challenge of trying to eat healthy. ഞാൻ പറയുന്നില്ല ki in 30 days I will lose 30 kgs ഒന്നും ഞാൻ പറയുന്നില്ല. This is not a challenge. എനിക്ക് മരിക്കാൻ വയ്യ. I am posting something in social media. It should be realistic. Okay, എടുത്താ പോങ്ങാത്തതോ ഫോർജറി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ നെക്സ്റ്റ് 30 days മൺഡേ ടു ഫ്രൈഡേ എൻ്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ചെറുതായിരിക്കും. കാരണം ഞാൻ രാവിലെ എണീച്ച് ഉറക്കത്തിലാണ് ഞാൻ ഓഫീസിൽ എത്തുന്നത്. എനിക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മൺഡേ ടു ഫ്രൈഡേ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കഴിക്കുന്നതും ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ രാവിലെ എന്താ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്, നൈറ്റ് എന്താ കഴിക്കുന്നത്. ആൻഡ് ഇതൊക്കെ റിപ്പീറ്റഡ് ഫുഡ്സ് ആയിരിക്കുള്ളൂ. ഞങ്ങൾ മാക്സിമം റിപ്പീറ്റഡ് ഫുഡ്സേ കഴിക്കുള്ളൂ. ചപ്പാത്തി, ബ്രെഡ് ഇങ്ങനെയെല്ലാം കഴിക്കുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും. എനി 1 time ഫ്രൂട്ട് ആയിരിക്കും, എനി 1 time വെജിറ്റബിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ എനി 1 time വല്ല സ്മൂത്തി ഒരു ഡ്രിങ്കോ അങ്ങനെ എന്തെങ്കിലും, ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. സോ ഐ കീപ് പോസ്റ്റിംഗ് വാട്ട് ഐ ഈറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. അത് ചിലപ്പോൾ ഫോട്ടോ ആയിരിക്കും കേട്ടോ, എനിക്ക് നേരം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ. ഐ എം ലേണിംഗ് കൺസിസ്റ്റൻസി, ഐ എം അഗൈൻ ടെല്ലിങ്. അപ്പോൾ ഒരു ഡിസിപ്ലിനിലേക്ക് എത്താൻ വേണ്ടിയായിട്ട് നെക്സ്റ്റ് 30 days I need to take care of my health and I need to show progress. അപ്പോൾ I am posting this on social media to tell that I will do it. എല്ലാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ I can do it. Okay, എൻ്റെ current weight is something that ഞാനിപ്പോൾ പറയുന്നില്ല. എൻ്റെ കറണ്ട് വെയിറ്റ് എനിക്കറിയാം, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തതാണ്. ആ കറണ്ട് വെയിറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് കുറയണം. അത് 1 kg 30 ദിവസത്തിൽ 1 kg കുറഞ്ഞാലും ഇറ്റ് ഈസ് എ ഗെയിൻ. എനിക്ക് അതൊരു വലിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഫോർ നെക്സ്റ്റ് 30 days I will be posting what I do and if possible I am planning to do exercise after my office. പറ്റുമെങ്കിൽ ഞാനത് കുറച്ച് ഷൂട്ട് ചെയ്ത് ഞാൻ കുറച്ചിടാം. ചിലപ്പോൾ ഇങ്ങനെ ആന കിടന്ന് മറിയുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അത് നിങ്ങൾ സഹിക്കണം. കാരണം ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു പോസ്റ്റ് വാട്ട് എക്സസൈസ് ഐ എം ഗോയിങ് ടു ഡു. ഇഫ് യു ലുക്ക് അറ്റ് മീ ഡൂയിങ് എക്സസൈസ് യു വിൽ ഹാവ് ഗുഡ് എന്റർടൈൻമെന്റ്. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും താറാവ് ഇങ്ങനെ ഓടുന്ന പോലെ തോന്നും, ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും അയ്യോ ആന ഉരുളുന്നു എന്നൊക്കെ തോന്നും. ബട്ട് ദിസ് ഇസ് ദ സ്റ്റാർട്ടിങ്. ഇതാണ് ഇങ്ങനെ ഉരുൾച്ചയിൽ നിന്നാണ് ഞങ്ങൾ വലുതാകുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ ഒരു നാട്ടു നടപ്പല്ല. അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം ഡെയിലി കാണുക, മറക്കാണ്ട് കാണുക. ഓക്കെ, ലിജോ എൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ ഉണ്ടാവില്ല, കാരണം അവൻ എത്തുമ്പോൾ തന്നെ 8-8:30 മണി അങ്ങനെയൊക്കെ ആകും. ഞാൻ പിന്നെ ഒട്ടും കുറവല്ല, ഞാൻ 7:59 ഇവിടെ എത്തുന്നത്. വളരെ നേരത്തെ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ലേറ്റ് ആവും, ഇടയ്ക്കൊക്കെ ഞാൻ നേരത്തെ വരും. മന്തിൻ്റെ ഒക്കെ ആകുമ്പോൾ ഞാൻ ലേറ്റ് ആവും.
ബട്ട് സ്റ്റിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന മാക്സിമം ഞാൻ ഇടാം. പിന്നെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഓഫീസിനകത്ത് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് വീട്ടിനകത്ത് തന്നെ ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് ഇട്ടേക്കാം ഗൈസ്. ഓക്കെ, കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ആനേനെ പോലെ തോന്നിയാലും കമന്റ് ചെയ്യണം. എന്നാലല്ലേ എനിക്കൊരു ദേഷ്യം ഞാനവിടെ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ എന്തെല്ലാം വിശേഷം. പിന്നെ അങ്ങനെ കുറേ എനിക്കിങ്ങനെ കൺസിസ്റ്റൻസി പഠിക്കണമെന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എന്ത് ചെയ്താലാണോ ഒന്ന് പഠിക്കാമെന്ന്. അപ്പോൾ സോ എനി വിച്ച് വേസ് ഐ വിൽ ബി ബിഗിനിങ് മൈ സീരീസ് ഫ്രം ടുമോറോ, വിച്ച് ഇസ് ഇന്നെന്താ ഡേറ്റ്, ഇന്ന് 16, 17, ഫ്രം 17th November to 17th December I will be consistent. That is what I am. ഓക്കെ, ഇൻ കേസ് എനിക്ക് പനിയാണെങ്കിലും ഞാൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇടും. ഗൈസ് എനിക്ക് പനിയാണ്, ഗൈസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇടും. ഓക്കെ, കാണണേ, കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ആക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ദുബായിനെ പറ്റി കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഐ എം ബീങ് മോർ റിയലിസ്റ്റിക്. ഓക്കെ, ആൻഡ് വൈ, ഇഫ് യു ആസ്ക് മീ വൈ ഐ ആം ട്രൈങ് ടു റെഡ്യൂസ് മൈ വെയിറ്റ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അതൊക്കെ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈം ആകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഹെൽത്താണ് നമ്മൾ ആദ്യമേ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇഷ്യൂ മാറില്ല എന്നൊക്കെ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ നല്ല കുട്ടികളായി മാറും. അതേപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും മാറി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്യൂ ഒന്നുമില്ല. ബട്ട് ആഫ്റ്റർ കമ്മിങ് ഹിയർ വി സ്റ്റാർട്ടഡ് ബൾക്കിങ്. നല്ല ഞാൻ ഒരാളെ കൊണ്ടുപോയി ഇടിച്ചുണ്ടല്ലോ, അയാൾ താഴെ കിടക്കും. അതേപോലെ ആയി ഞാനൊക്കെ, നല്ല ഉരുണ്ട് ഗുണ്ടുമണിയായി. അപ്പോൾ നമുക്കിനി കാണാം എവറി സിംഗിൾ ഡേ. ഓൾറൈറ്റ്, ചിലപ്പോൾ ക്ലാരിറ്റി കാണില്ല, ചിലപ്പോൾ ശബ്ദം വരില്ല, ചിലപ്പോൾ പാട്ട് കോപ്പിറൈറ്റ് ഒക്കെ വരും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓൾറൈറ്റ്, സപ്പോർട്ട് മീ ടു ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാണാം കേട്ടോ. ആൻഡ് ഗൈസ്, ഞാൻ ഹെയർ കട്ട് ചെയ്തു ഇന്നലെ. കുറേ ഒരു ലോഡ് മുടി കൊഴിയുന്നേ. എൻ്റെ പൊന്ന്, ബാംഗ്ലൂരിലൊക്കെ നിന്നപ്പോൾ ഒരു മുടി പോകുമ്പോൾ ഞാൻ മൈൻഡ് ആക്കത്തില്ലായിരുന്നു. ഇവിടെ ഞാൻ ഇങ്ങനെ വാരുമ്പോൾ ഇത്രയും മുടി അങ്ങോട്ട് പോകും. ഉള്ളത് ഇച്ചിരി മുടിയാ. അപ്പൊ ഇന്നലെ പോയി ഞാൻ ഒരു ഫെദർ അങ്ങോട്ട് അടിച്ചു. അത് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കുളിച്ച് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഓക്കെയാണ്, മാനേജ് ചെയ്യാം. അപ്പൊ ഞാൻ മുടിയും വെട്ടി ഗൈസ്. അപ്പൊ നമ്മൾ മൊത്തത്തിലൊരു മേക്ക് ഓവർ വേണ്ടേ നമുക്ക്. അതുകൊണ്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ടുമോറോ. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് നാളെ തുടങ്ങി കൺസിസ്റ്റന്റ് ആയിട്ട് കാണണം. ടാറ്റ.